വെൽക്കം ടു റിലയൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ്. നമ്മൾ ഇന്ന് പൈപ്പിങ്ങിൻ്റെ ഒരു പുതിയ സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പൈപ്പിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്ന, അത് നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റുമായിട്ട് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു ഫീൽഡ് എന്ന് പറയുന്നത് പൈപ്പിംഗ് ആണ്. അപ്പോൾ ആ പൈപ്പിങ്ങിൽ നമുക്ക് ഇന്നൊരു ഇൻട്രോ സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൈപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും എന്താണ് പൈപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോള് എന്നതിനെക്കുറിച്ചും എല്ലാമാണ് നമ്മളിന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓയിൽ ആൻഡ് ഗ്യാസിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ് പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഈ പൈപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ, അതായത് മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് നമുക്കറിയാവുന്നതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ അവിടെ സിവിൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രോസസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇനി സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേജർ വിങ് ആണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോള് അവിടെ ഡിസൈനിങ്, ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, പ്രൊക്വയർമെൻറ്റ് ആൻഡ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇനി കൺസ്ട്രക്ഷനിൽ ഫാബ്രിക്കേഷനും വെൽഡിങ്ങും ഇറക്ഷനും വരുന്നുണ്ട്. അവിടെ ഇൻസ്പെക്ഷൻ ഉണ്ട്. അവിടെ ടെസ്റ്റിങ്ങിൽ NDT, ഹൈഡ്രോ ടെസ്റ്റ്, ന്യൂമാറ്റിക് ടെസ്റ്റ്, പോസിറ്റീവ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ, ഇവയെല്ലാം വരുന്നുണ്ട്. ഇനി അവസാനം ബ്ലാസ്റ്റിങ്ങും കോട്ടിങ്ങും എല്ലാം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കോപ്പാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു സബ് കോൺട്രാക്ടർ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ കരിയർ ബേസിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു മെയിൻ കോൺട്രാക്ടറുടെ താഴെ ഡൗൺ ലൈനിൽ വരുന്ന ഒരു സബ് കോൺട്രാക്ടറുടെ കൂടെയാണ് നമുക്ക് ജോലി ചെയ്യാൻ സാധ്യത കൂടുതലും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ ഡിസൈനിങ്ങും ഡ്രാഫ്റ്റിങ്ങും പ്രൊക്വയർമെൻറ്റും മെറ്റീരിയൽ ഇൻസ്പെക്ഷനും ഒന്നും നമ്മുടെ സ്കോപ്പിൽ പെടുന്ന കാര്യമല്ല. കാരണം അതെല്ലാം മെയിൻ കോൺട്രാക്ടറാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുക. എന്നാൽ മെയിൻ കോൺട്രാക്ടർ ഹാൻഡിൽ ചെയ്യാത്തൊരു കാര്യം ഈ താഴെ വരുന്ന മൂന്നാമത്തെ ലൈനിൽ വരുന്ന കൺസ്ട്രക്ഷൻ, അതായത് ഫാബ്രിക്കേഷനും വെൽഡിങ്ങും ഇറക്ഷനും, അതൊന്നും മെയിൻ കോൺട്രാക്ടറിൻ്റെ സ്കോപ്പിൽ വരുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇൻവോൾവ് ആവാറില്ല. പകരം അവർ ഈ കോൺട്രാക്ട് സബ് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് നമുക്ക് ഇനീഷ്യലി നമുക്കൊരു എൻട്രി കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോൾ എന്തൊക്കെയായിരിക്കണം? ആസ് എ സബ് കോൺട്രാക്ടർ, ഒരു സബ് കോൺട്രാക്ടറിൻ്റെ കീഴിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ, അതായത് ഓയിൽ ഫീൽഡ് ഏതും ആയിക്കോട്ടെ, റിഗ് ഒഴിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഡ്രില്ലിംഗ് നടക്കുന്ന റിഗ് ഉണ്ട്, രണ്ടാമത് ഗ്യാസും ഓയിലും ഗ്യാസും ക്രൂഡും എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഓയിൽ സെപ്പറേഷൻ പ്ലാന്റ് ഉണ്ട്. ഇനി അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന പ്യുവർ ഫോം ഓഫ് ക്രൂഡും ഗ്യാസും കിട്ടിയതിന് ശേഷം ആ ക്രൂഡിനെ ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന റിഫൈനറി ഉണ്ട്. ഇനി അവിടെ നിന്നെല്ലാം കിട്ടുന്ന കെമിക്കൽ ഉപയോഗിച്ചിട്ട് പെയിന്റ് ഉണ്ടാക്കുന്ന, ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന അങ്ങനെ പ്ലാന്റുകളെ നമ്മൾ പറയുന്നത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്നാണ്. അപ്പോൾ ഒരു മെക്കാനിക്കൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൈപ്പിങ്ങിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ റിഫൈനറി സൈഡിലോ, അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി സൈഡിലോ, അല്ലെങ്കിൽ ഗ്യാസ് ഓയിൽ സെപ്പറേഷൻ പ്ലാന്റിനെയോ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് നമ്മളായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ആ ടീമിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ, അത് റിഫൈനറിയിലായാലും പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ആയാലും ഗ്യാസ് ഓയിൽ സെപ്പറേഷൻ പ്ലാന്റ് ആയാലും, അവിടെ എല്ലാം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നോക്കിയാൽ ഈ പ്രധാനമായിട്ടും ഇവിടെ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് ഒരു സ്ട്രക്ചർ, ഒരു സപ്പോർട്ട്, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ പൈപ്പിംഗ് അഥവാ പൈപ്പ് ലൈൻ ഉണ്ട്. ഇനി എക്യുപ്മെന്റ്സ് നോക്കിയാൽ സ്റ്റാറ്റിക് റോട്ടറി ഉണ്ട്, പിന്നെ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. അപ്പോൾ ഈ 4 കാര്യത്തിലും ഞാനിവിടെ നാലാമത്തേന് നമ്പർ ഇട്ടിട്ടില്ല, കാരണം ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ സ്കോപ്പിൽ വരുന്ന കാര്യമല്ല. അവിടെ നമുക്ക് അത് അസംബിൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഒരിക്കലും ഇത് എന്ത് ചെയ്യത്തില്ല, നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യത്തില്ല. സോ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്
നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ആണോ? അല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കിയെന്നേ ഉള്ളൂ, ഒരു ക്ലാസ് റൂമിൽ നോക്കുന്ന പോലെ. ഇപ്പം ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ശരി 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 ശരി. ഒരു മിനിറ്റ്, കുഴപ്പമില്ല, അങ്ങോട്ട് മാറാം, കുഴപ്പമില്ല, നോ പ്രോബ്ലം അല്ലേ? ശരി 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 ഓക്കെ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇവിടെ നിൽക്കാം. ഓക്കെ, കണ്ടിന്യൂ ആയിട്ട്. അപ്പൊ നമുക്ക് സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നോക്ക്, ഈ നാല് കാര്യത്തിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സപ്പോർട്ട്, പൈപ്പിംഗ്, പൈപ്പ് ലൈൻ, എക്യുപ്മെന്റ്സിൽ നമുക്ക് റോട്ടറി എക്യുപ്മെന്റ്സ് ഉണ്ട്, സ്റ്റാറ്റിക് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിലും സ്റ്റാറ്റിക് എക്യുപ്മെന്റ്സ്, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരിക. അപ്പോൾ റോട്ടറി എക്യുപ്മെന്റും ഇൻസ്ട്രുമെന്റ്സും നമ്മുടെ കൺസ്ട്രക്ഷന്റെ സ്കോപ്പിൽ പെടുന്ന കാര്യമല്ല. എന്നാൽ നമുക്കതിന്റെ ഇൻസ്റ്റലേഷൻ ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം: സ്ട്രക്ചർ, സപ്പോർട്ട്, പൈപ്പിംഗ്, പൈപ്പ് ലൈൻ, എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സിൽ തന്നെ സ്റ്റാറ്റിക് എക്യുപ്മെന്റ്സ്. എന്നാൽ നമ്മുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണ് ഈ റോട്ടറി എക്യുപ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സും നമുക്ക് ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ അതിന്റെ അസംബ്ലിയുടെ ഭാഗമായിട്ട് നമുക്കൊരു റോൾ അതിനകത്തുണ്ട്. ലേറ്റർ നമുക്കത് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യാം. ഇനി നമ്മൾ ഒന്നാമത് നോക്കാൻ പോകുന്നത് എന്താണ് സ്ട്രക്ചർ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പൈപ്പ്. നിങ്ങൾ ഇൻഡസ്ട്രി ഏതെങ്കിലും ഒരു പ്ലാന്റോ മറ്റോ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൂരെ നിന്നായാലും, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, ഒരിക്കലും അവിടുത്തെ പൈപ്പിംഗ്, ഒരു പൈപ്പ് ലൈൻ ഒരിക്കലും വെറുതെ നിലത്തുകൂടി അല്ല ആ പൈപ്പ് ഇടുക. പകരം അത് ലേ ചെയ്യുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിന്റെ മുകളിലാണ് നമ്മൾ പൈപ്പ് ലേ ചെയ്യുക. അപ്പോൾ നോക്കിയാൽ ഈ കാണുന്നത് ഇതൊരു സ്ട്രക്ചറാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പൈപ്പിനെ താങ്ങി നിർത്തുന്ന ഈ ഒരു സ്ട്രക്ചർ, ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് സൈറ്റിൽ പറയുക. അപ്പോൾ ഇത് നമ്മുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാലേ നമ്മൾ ആദ്യമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നതും ഇതേപോലെ ഒരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചറും സപ്പോർട്ടും തമ്മിലൊരു വ്യത്യാസവും നമ്മൾ ഈ സമയത്ത് ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പൈപ്പിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗമാണെങ്കിൽ, സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിൽ നിന്ന് പുറത്തിറങ്ങിയ ഓരോ ഇൻഡിവിജ്വൽ പൈപ്പിനെയും സപ്പോർട്ട് ചെയ്യുന്ന, ആ ഇൻഡിവിജ്വൽ പൈപ്പ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്തെ നമ്മൾ സപ്പോർട്ട്സ് എന്നാണ് പറയുക. പല ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് ഉണ്ട്, നമ്മൾ അതിനകത്തേക്ക് പിന്നീട് വരും. അപ്പോൾ ഇതൊരു സ്ട്രക്ചറിൻ്റെ ഒരു ഡിസൈൻ നമ്മളൊരു സോഫ്റ്റ്വെയറിൽ ചെയ്ത ഒരു പിക്ചറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഈ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന കമ്പോണൻസ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വെൽഡിങ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വെൽഡിങ് മാത്രമല്ല, നട്ട് ബോൾട്ട് യൂസ് ചെയ്ത് ബോൾട്ടിങ്ങും ചെയ്ത് അതിനെ ജോയിൻ ചെയ്യും. ഇനി ഇവിടെ കാണുന്നത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഫുൾ അസംബ്ലിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ആണ്. അതായത് ഇവിടെ ടി ബാർ യൂസ് ചെയ്യാം, ആംഗിൾ യൂസ് ചെയ്യാം, സ്ക്വയർ ട്യൂബ് യൂസ് ചെയ്യാം, എച്ച് ബീം യൂസ് ചെയ്യാം, ഐ ബീം യൂസ് ചെയ്യാം, ചാനൽസ് യൂസ് ചെയ്യാം. ഇതെല്ലാം, ഇനി പ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് പ്ലേറ്റ് ഉണ്ട്, ഇനി പൈപ്പ്സ് വേണമെങ്കിൽ പൈപ്പ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ അസംബിൾ ചെയ്തിട്ടാണ് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഷേപ്പ് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ ഒരു ലെയറിലല്ല നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഇവിടെ ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, തേർഡ് ടയർ, ഫോർത്ത് ടയർ, അങ്ങനെ പല ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അതായത് ഒരു വെയിറ്റ് കൂടിയ പൈപ്പായിരിക്കും ഏറ്റവും ഫസ്റ്റ് ടയറിൽ, ആ ഒരു ഫസ്റ്റ് ലെയറിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുക. മുകളിലേക്ക് പോകുന്തോറും ഇപ്പം നമുക്കിവിടെ കാണാം, ഏറ്റവും ആ ഒരു മുകൾ ഭാഗത്തെ ലെയറിൽ അവിടെ കേബിൾ ട്രേയോ വെയിറ്റ് കുറഞ്ഞ പൈപ്പ്സോ അതെല്ലാം നമ്മളിവിടെ ലേ ചെയ്യുക. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രക്ചറിന് പല ലെയേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ സൈറ്റിൽ വിളിക്കുക ടയേഴ്സ് എന്നാണ്. ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, തേർഡ് ടയർ, അങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ അതിനെ വിളിക്കുക.
ഓക്കെ. സോ ഓരോ ടയറിലും നമ്മൾ പൈപ്പ് അലേ ചെയ്യുക. സോ ഇവിടെ നോക്ക്, ഒരു ഒരു ടയറുള്ള, ഐ മീൻ ഒരു ലെയർ മാത്രമുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് നോക്കിയാൽ നമ്മൾ പൈപ്പ് ഇട്ടതും നമുക്കിന്ന് കാണാൻ കഴിയും. സോ നമ്മൾ ഇനി അടുത്തത് എക്യുപ്മെന്റ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ എക്യുപ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ സൈറ്റിൽ നമ്മൾ നോക്കിയ സ്ട്രക്ചർ കഴിഞ്ഞ് നമ്മൾ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് എക്യുപ്മെന്റ്സ് ആവും. പല ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് ഉണ്ട് സൈറ്റിൽ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഒന്നാമത് ഇപ്പം നമ്മളൊരു പ്രധാനമായിട്ട് ഇത് റിഫൈനറിയിൽ നമ്മൾ കാണുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റിഫൈനറി ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഹൈറ്റ് കൂടുതലുള്ള ഒരു എക്യുപ്മെൻ്റാണ് ഈ കാണുന്നത്. ഇതിന് നമ്മൾ വെർട്ടിക്കൽ വെസൽ എന്നും പറയാറുണ്ട്, കോളം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മളിപ്പം നിങ്ങൾ നമ്മുടെ ഈ പരിസരത്ത് ഇപ്പം കൊച്ചിൻ റിഫൈനറി, അമ്പലമുകളുള്ള റിഫൈനറി പോയാൽ പോലും ഏറ്റവും പൊങ്ങി നിൽക്കുന്ന പല വെസൽസും അല്ലെങ്കിൽ പല കോളംസും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന കാര്യം ഡിസ്റ്റിലേഷനാണ്. അതായത് ക്രൂഡ് ഇതിൽ കൂടി കടത്തി വിട്ടിട്ട് ഇത് ഡിസ്റ്റിലേഷൻ ചെയ്ത് ഇതിൽ നിന്നാണ് പെട്രോളും ഡീസലും എല്ലാം നമുക്ക് കിട്ടുന്നത്. എനിവേ, നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ട ഒരു പ്രധാന ഐറ്റം ഈ കോളമാണ്. അപ്പോൾ കോളത്തിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ നോക്കിയാലേ അതിനകത്ത് നമുക്ക് പല പല പ്ലാറ്റ്ഫോംസ് കാണാം. ഇനി പല നോസിൽസ് എന്നും, അതായത് ഈ കോളത്തിലുള്ള ഓരോ ഓപ്പണിങ്ങിൽ നിന്നും പല പൈപ്സ് പല സ്ഥലത്തേക്കും പോകുന്നതും നമുക്ക് ഇത്തിരി ക്ലോസപ്പ് വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോ ഇതാണ് എക്യുപ്മെന്റിലെ ഒന്നാമത്തെ എക്യുപ്മെന്റ്, വെർട്ടിക്കൽ വെസൽ അല്ലെങ്കിൽ കോളം. ഇനി രണ്ടാമത്തെ എക്യുപ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയും. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി ആ പേരിൽ തന്നെയുണ്ട്, എക്സ്ചേഞ്ച് ഹീറ്റ്. നമ്മുടെ ഹീറ്റ് ഇതിനകത്ത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാതെ ഒരു തണുത്ത വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഇതിനകത്തേക്ക് കിടത്തി വിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്ലൂയിഡിന്റെ ചൂട് കൂട്ടാനും കുറയ്ക്കാനും ബൈ എക്സ്ചേഞ്ചിങ് ഹീറ്റ് ഓർ കോൾഡ് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. സോ പല ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്, അതിനകത്തേക്ക് നമുക്ക് വരാം. ഇനി ഇവിടെ നോക്കിയാൽ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് നമ്മൾ കാണുന്ന ട്യൂബിംഗ് ആയി കാണിച്ചിരിക്കുന്നത്. ഈ ട്യൂബിലൂടെയാണ് നമുക്ക് ചൂട് കൂട്ടേണ്ട അല്ലെങ്കിൽ തണുപ്പ് കൂട്ടേണ്ട ഫ്ലൂയിഡിനെ കടത്തിവിടേണ്ടത്. അടുത്തത് റീബോയിലറാണ്. ആക്ച്വലി ഹീറ്റ് എക്സ്ചേഞ്ചറും റീബോയിലറും രണ്ടും ഒരേ ഫങ്ഷനാണ്. ഇനി സ്ട്രക്ചറിലും ഒന്ന് തന്നെയാണ്. ഇനി എന്താ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മുടെ ഫ്ലൂയിഡിന്റെ ചൂട് കുറയ്ക്കാനും റീബോയിലറിൽ നമ്മുടെ ഫ്ലൂയിഡിന്റെ ചൂട് കൂട്ടാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഹീറ്ററാണ്. ഇപ്പം നമ്മുടെ ഫീഡിന്റെ ഹീറ്റ് അപ്ലൈ ചെയ്ത് താഴെ ഇതിന് ബർണറുണ്ട്. നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത് പോലെ ഒരു ബർണറിൽ നമ്മൾ ഹീറ്റ്, ഐ മീൻ ഒരു ഫ്യൂവൽ കത്തിച്ചിട്ട് നമ്മൾ ഇതിൽ കിടത്തി വിടുന്ന ഫ്ലൂയിഡിന്റെ ചൂട് കൂട്ടുന്നു. അപ്പോൾ ഇതിനെ ഹീറ്ററിനും ബോയിലറിനും എല്ലാം പറയാം. ഇനി അവസാനമായിട്ട് സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്. സ്റ്റോറേജ് ടാങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഫൈനൽ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്യുന്ന ടാങ്കാണ് സ്റ്റോറേജ് ടാങ്ക്. ഇത് പല ഷേപ്പിലും പല പേരിലും ഉണ്ട്. പിന്നീട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അടുത്തത് ഹൊറിസോണ്ടൽ വെസലാണ്. ഒരു ഹൈ പ്രഷറിൽ നമ്മൾ ഗ്യാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആയത്. ഇതിനെ ഹൊറിസോണ്ടൽ വെസൽ എന്ന് പറയും. അടുത്തത്, അപ്പം നമ്മൾ ഈ കണ്ട ഇതെല്ലാം ഒരു സ്റ്റേഷനറി സ്റ്റാറ്റിക് എക്യുപ്മെന്റിന്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് ഇതെല്ലാം. എന്നാൽ അടുത്ത് പമ്പും ടർബൈനും ഇതെല്ലാം ഒരു റോട്ടറി എക്യുപ്മെന്റ് ആണ്. അതായത് നമ്മുടെ കൺസ്ട്രക്ഷനുമായിട്ട് നമുക്ക് ഇതിന് ബന്ധമില്ല, പക്ഷെ ഇത് ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇറക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് സൈറ്റിൽ അതാത് സ്ഥാനത്ത് അതിന്റെ ഡയമെൻഷൻ നോക്കി നമ്മൾ ഇറക്ഷൻ ചെയ്യണം. ഇത് അവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചെയ്യണം. സോ ഇതോടെ എക്യുപ്മെന്റിന്റെ പാർട്ട് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം പൈപ്പിംഗ് ആണ്. പൈപ്പിംഗ് ഉണ്ട്, പൈപ്പ് ലൈനും ഉണ്ട്. പൈപ്പിങ്ങും പൈപ്പ് ലൈനും ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ്. പൈപ്പ്സും ട്യൂബ്സും ഫിറ്റിങ്സും ഫ്ലാഞ്ചസും വാൽവ്സും ചേരുന്നതാണ് പൈപ്പിംഗ് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമുക്കറിയാം, പൈപ്പ്സ് ഉണ്ട്, അവിടെ ട്യൂബ്സ് ഉണ്ട്. ഇനി പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്യാൻ അവിടെ ഫിറ്റിങ്സ് ഉണ്ട്. ഇനി അവിടെ ഫ്ലാഞ്ചസ് ഉണ്ട്.
നമുക്ക് നോക്കിയ ഫ്ലാഞ്ചസ് കാണാം. പൈപ്പിനെ ടെമ്പററിലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്ലാഞ്ചസ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാൽവ്സ് ഉണ്ട്. ഒരു ഫ്ലാഞ്ചിൻ്റെ ഒരു ഫ്ലൂയിഡിൻ്റെ അതിൻ്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ, ഒരു ഡയറക്ഷനിലേക്ക് ഫ്ലോ കൂട്ടാൻ, ഇതിനെല്ലാമാണ് നമ്മൾ വാൽവ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാ. ഇത്രയും ഈ 3 കാര്യങ്ങളുമാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത്. അതായത് 1 സ്ട്രക്ചർ, 2 എക്യുപ്മെന്റ്, 3 പൈപ്പിംഗ് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഓയിൽ ഫീൽഡിൽ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ സെക്ഷൻ നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് പോകാം. താങ്ക്